ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം സ്വാഗതം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുമായിട്ടാണ് വന്നിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഇന്ന് രാവിലെ തൊട്ട് പ്രചരിക്കുന്ന ന്യൂസാണ്. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ബ്ലാസ്റ്റേഴ്സിനെ വിൽക്കുവാനായി തയ്യാറെടുക്കുന്നു. മാഗ്നം സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ബ്ലാസ്റ്റേഴ്സിനെ വിൽക്കുവാൻ തയ്യാറെടുക്കുന്നു എന്നായിരുന്നു പ്രമുഖ മാധ്യമമായ 24 ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് സില്ലീസും ഇതിനെ ശരിവെച്ചുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. സില്ലീസ് റിപ്പോർട്ട് ചെയ്തിരുന്നു, റിപ്പോർട്ടർ ചാനലാണ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റെടുക്കാനായി പോകുന്നത്. മറ്റ് ചില ഇൻവെസ്റ്റേഴ്സിനോടുകൂടെ റിപ്പോർട്ടർ ചാനൽ ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുക്കാൻ തയ്യാറെടുക്കുന്നു എന്നായിരുന്നു സില്ലീസ് അവർ എക്സ്ക്ലൂസീവ്ലി റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് മാർക്കസ് വെർഗലാവോ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. മാർക്കസ് വെർഗലാവോ റിപ്പോർട്ട് ചെയ്തു, ഇത് തനിക്ക് വിശ്വസിക്കാനായി സാധിക്കുന്നില്ല. ഇതല്ല ബ്ലാസ്റ്റേഴ്സിനെ വിൽക്കുവാൻ റൈറ്റായ ടൈം എന്നാണ് ഇപ്പോൾ മാർക്കസ് വെർഗലാവോ റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് പ്രമുഖ മാധ്യമത്തിനായ ആശിഷ് നേഗി റിപ്പോർട്ട് പുറത്തുവിടുന്നു. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന റൂമറുകളിൽ സത്യമില്ല. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇതുവരെ ഒരു ബയേഴ്സുമായി ചർച്ച നടത്തിയിട്ടില്ല. ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഒരു ചർച്ചയ്ക്കും ബ്ലാസ്റ്റേഴ്സ് തയ്യാറായിട്ടില്ല എന്നാണ് ഇപ്പോൾ ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തത്. പിന്നെ 90s സ്റ്റോപ്പിൻ്റെ ധനഞ്ജയും റിപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നിലവിൽ അടുത്ത സീസണിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഒരു ബൈങ്ങിനും തയ്യാറായിട്ടല്ല നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ ആശിഷ് നേഗിയും ധനഞ്ജയും ഒക്കെ റിപ്പോർട്ട് ചെയ്തത്. ഒരു ദിവസം ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ന്യൂസുകൾ പുറത്തുവിടുന്നത് ഇഷ്ടം.